12,000-ലധികം വരുന്ന പൊതുവിദ്യാലയങ്ങളിൽ 7,500 വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് ഫിറ്റ്നസ് ലഭിച്ചിട്ടുള്ളത്. ജൂൺ 1-ന് പ്രവേശനോത്സവ ദിവസം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നപ്പോൾ 4,500 വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചത് ഫിറ്റ്നസ് ഇല്ലാതെ എന്നത് ഗുരുതര വീഴ്ച. സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ പല പ്രാവശ്യം അധികാരികളെ കണ്ട് ഈ അപകടാവസ്ഥ സൂചിപ്പിച്ചെങ്കിലും ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാൻ കാരണം. നമ്മുടെ കുട്ടികളെ ഇരിക്കുന്ന സ്കൂളുകളിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഹെഡ് മാസ്റ്റർമാരുടെ മാത്രം ചുമതലയല്ല, അത് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചുമതല ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ടതാണ്. 5 വകുപ്പുകളുടെ സാക്ഷ്യപത്രമുണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങൾ ഫിറ്റ്നസ് നൽകാവൂ എന്നതായിരുന്നു സർക്കാരിന്റെ ആദ്യ ഉത്തരവ്. പിന്നീട് ചീഫ് സെക്രട്ടറി എ ജയതിലക് തദ്ദേശ എഞ്ചിനീയർമാർ പരിശോധിച്ചാൽ മതിയെന്ന് ഇളവ് വരുത്തി. വൈദ്യുതി സുരക്ഷയിൽ ആശയക്കുഴപ്പമുയർന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് വയർമാൻ പരിശോധിച്ച് സാക്ഷ്യപത്രം നൽകിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം ഫിറ്റ്നസ് പരിശോധനയില്ലാതെ സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രിക്കും കൃത്യമായ ഉത്തരമില്ല. ഫിറ്റ്നസിന്റെ പ്രശ്നത്തിൽ എവിടെയും സ്കൂൾ തുറക്കാതിരുന്നിട്ടില്ല. സ്കൂളിന്റെ കാലപ്പഴക്കം കാരണം പുതിയ കെട്ടിടങ്ങൾ ഇനിയും എങ്ങനെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കുറേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ട് കൊണ്ടും ഇതിൻ്റെ മുമ്പ് നടന്ന ചില പ്രത്യേക ഫോക്കസ് പദ്ധതികളിലൂടെയും MP MLA ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ഇന്ന് പഴയ പോലെയല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ല ഇടപെടലും ഉണ്ട്. കാരണം അവർക്കാണ് ഇപ്പോൾ സ്കൂളുകളുടെ ചുമതല. മെയ് അവസാന വാരം നൽകിയ നിർദ്ദേശങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ സ്കൂളുകൾക്കും ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ കഴിഞ്ഞതുമില്ല. സ്കൂൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങളിൽ ഫലപ്രദമായ ആസൂത്രണം നടക്കാത്തത് വീഴ്ചയ്ക്ക് കാരണമെന്ന് രക്ഷിതാക്കളും പറയുന്നു. കൃത്യമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന സമയത്താണ് അവർ കൃത്യമായി പ്ലാനിംഗ് ഒന്നും ചെയ്തില്ല. ദിവസങ്ങൾ മാറി മറിഞ്ഞ് പെട്ടെന്ന് ജൂൺ 1 അതുകൊണ്ട് സംഭവിച്ചതാണ്. മേലിൽ ഇത് ആവർത്തിക്കാതെ ഇരിക്കാനായിട്ട് കർശന നടപടിയെടുക്കണം. എൻ്റെ മകനും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിൻ്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളെന്നാണ് ഭരണ സംവിധാനം അവകാശപ്പെടുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ ഇതുവരെയും നിലപാടെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വരാനിരിക്കുന്നത് മഴക്കാലമാണ്. കുട്ടികളുടെയും ജീവനക്കാരുടെയും ജീവൻ വെച്ച് പന്താടരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.